മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ പ്രതിഷേധ പോസ്റ്ററുകൾ. ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഇന്ന് സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുനവ്വറിലെ തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ, മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ വി.ടി. സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക, ബിനാമി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഫത്വ തേടിവരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുഴികൾ പണ്ഡിതന്മാർ തിരിച്ചറിയുക എന്നിങ്ങനെയാണ് പോസ്റ്ററുകൾ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശന്റെ പരാമർശം ലീഗിനുള്ളിൽ ഭിന്നതയ്ക്ക് കാരണമായിരുന്നു. സതീശന്റെ പരാമർശത്തെ തള്ളി കെ.എം. ഷാജി രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും മുസ്ലിം ലീഗിന് അങ്ങനെയൊരു അഭിപ്രായമില്ലെന്നുമാണ് കെ.എം. ഷാജി പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കെ.എം. ഷാജി വ്യക്തമാക്കി. പിന്നാലെ കെ.എം. ഷാജിയെ തള്ളി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പിന്തുണച്ച് ഇ.ടി. മുഹമ്മദ് ബഷീറും എം.പിയും രംഗത്തെത്തുകയായിരുന്നു. ആരും പാർട്ടിയാകാൻ നോക്കേണ്ടെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. കെ.എം. ഷാജിയുടെ അഭിപ്രായം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീറും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുനമ്പത്ത് നിന്ന് ഒരാളെപ്പോലും കുടിയിറക്കരുതെന്ന നിലപാടാണ് പാർട്ടിക്കെന്നാണ് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതേസമയം മുസ്ലിം ലീഗ് നേതാക്കളുമായി ആലോചിച്ചാണ് മുനമ്പം വിഷയത്തിൽ UDF നിലപാടെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ. വിഷയത്തെ മതപരമായ സംഘർഷമാക്കി മാറ്റാതിരിക്കാനാണ് ശ്രമിച്ചത്. സംഘർഷമുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. മതപരമായ വിഷയമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെന്ന് വി.ടി. സതീശൻ പറഞ്ഞു. തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എറണാകുളത്തെത്തി ബിഷപ്പുമാരെ സന്ദർശിക്കുകയും മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കുകയും ചെയ്തു. പണം ഞങ്ങൾ തരും. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമിയിൽ സ്ഥിരമായ അവകാശം നൽകി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് സംഘപരിവാറും ആഗ്രഹിക്കുന്നത്. മുനമ്പത്തേത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വഖഫ് ബിൽ കൊണ്ടുവന്നതെന്നാണ് സംഘപരിവാർ പറയുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. വഖഫ് ബില്ല് പാസാക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്, തർക്കങ്ങൾ ഉണ്ടാകാനോ ബഹളമുണ്ടാക്കാനോ ഇല്ലെന്നും നിയമപരമായി പ്രശ്നങ്ങൾ പരിശോധിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാനാണ് ശ്രമിച്ചതെന്നും അല്ലാതെ ഈ വിഷയത്തിൽ ഒരു വാശിയുമില്ലെന്നും വി.ടി. സതീശൻ പറഞ്ഞിരുന്നു.